ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ തയ്യാറാക്കിയ ഒരു കറിയാണിത്. ഹലോ, നമസ്കാരം. ഞാൻ ക്രിസ്റ്റഫർ മുക്കാടൻ. ഇന്ന് നമുക്ക് കറിക്കൊന്നും കിട്ടിയില്ല. അപ്പം ഇച്ചിരി പനീറും ഒരു ഉരുളൻകിഴങ്ങും കൊണ്ടൊരു ഇറച്ചിക്കറിയുടെ സ്റ്റൈലിൽ ഒരു കറി അങ്ങോട്ട് വെച്ച്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. നമുക്കൊരു പ്രഷർ കുക്കർ എടുത്ത് അടപ്പ് വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അല്പം കടുക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ടതിന് ശേഷം 3-4 വെളുത്തുള്ളിയും ചേർത്ത് ഒരു വലിയ സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി വരുമ്പോഴത്തേക്ക് ഒരു 3-5 പച്ചമുളകും ചേർത്ത് അതിനുശേഷം ഒരു തക്കാളി വലുതായിട്ട് അരിഞ്ഞ് അതും കൂടി നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയൊക്കെ എടുക്കുക. തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി നല്ലോണം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം നല്ല വൃത്തിയായിട്ട് ഇപ്പം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉരുളൻകിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുക. കാരണം അത് ഒരു ഉരുളൻകിഴങ്ങാണ്. അത് ഒന്ന് വാട്ടിയതെന്ന് പറഞ്ഞാൽ ഉടഞ്ഞു പോകാതിരിക്കാനായിട്ട് വേണ്ടിയാണ്. ഇത് കണക്ക് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് വീണ്ടും ഒന്നും കൂടി നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തേക്കുന്ന മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ്. 200 ഗ്രാം ഉണ്ട്. അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പം തന്നെ കണ്ടാൽ തന്നെ നല്ല വൃത്തിയായ കറി. അതിനുശേഷം നമുക്കൊരു ഗരം മസാലയും കൂടി ചേർത്ത് അല്പം പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെയാണ് അടച്ചു വെച്ചത്. അപ്പോൾ ഒരു വിസിൽ വന്ന് നല്ല വൃത്തിയായിട്ട് വെന്ത് കാണും. അതിൽ കൂടുതൽ നമ്മൾ അടിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാം കൂടി ഉഴഞ്ഞു അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഒന്നും കൂടി ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിയിച്ചെടുത്ത് ഇപ്പം തന്നെ നമ്മൾ കറി കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയായിട്ട് വന്നു. നല്ല രുചികരമായ മണവും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കണക്കാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇതിപ്പം ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഏത് രീതിയിൽ നമുക്ക് കഴിക്കാം. ഇച്ചിരി ഗ്രേവിയൊക്കെ വേണമെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിന് ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് വെക്കാവുന്നതാണ്. എന്തായാലും നമ്മൾ വെച്ചതാണ്. എന്നാലും ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കട്ടെ. അതിൻ്റെ രുചിയും മണമൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. നല്ല കാഴ്ചയ്ക്ക് നല്ല കറിയാണ്. അതിൻ്റെ ടേസ്റ്റും കൂടി ഒന്ന് നമുക്ക് കണ്ടില്ല. നല്ല തിക്കുമൊക്കെ ആയി ഉരുളൻകിഴങ്ങും ഇതുമൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ ഏത് രീതിയിലും ഒക്കെ ആഡ് ചെയ്ത് കഴിക്കാവുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചപ്പാത്തിയാണ് ഇന്ന് നമുക്ക് രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും കൂടിയൊക്കെ ഒരു കറി മതി. അപ്പോൾ രണ്ടും ആയിട്ടങ്ങ് പോകും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം മീൻ കഴിക്കാത്തവർക്ക് ഇറച്ചി കഴിക്കാത്തവർക്കൊക്കെ ഇത് കഴിക്കാം. അപ്പോൾ ഉച്ചയ്ക്കാണെങ്കിലും ഇതും എടുത്ത് ഇച്ചിരി മോരും അതൊക്കെ ആയിട്ട് കഴിച്ചാലും. അപ്പം ഈ ഒരു വിഭവം എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ബായ്.